ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ പലരും ഷെയർ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ പുതിയതായിട്ടെല്ലാം ഷെയർ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ ഷെയർ ട്രേഡിങ് ചെയ്യും. പക്ഷേ പല ആളുകളും തുടക്കത്തിൽ ചെയ്യുന്നൊരു ഒരു തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് റെക്കോർഡ് ചെയ്യത്തില്ല. ഷെയർ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല, എക്സെല്ലോ. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യാതെ അല്ലെങ്കിൽ ജേർണൽസ് കീപ്പ് ചെയ്യാതിരിക്കുന്നത് വഴി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് എവിടേക്കാണ് എൻട്രി, എവിടേക്കാണ് എക്സിറ്റ്, അപ്പോൾ ഏത് സമയത്ത് ഷെയർ ട്രേഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നത്, ഏത് പ്രൈസ് റേഞ്ചിലാണ്, അതായത് സപ്പോസ് ലൈക്ക് ഫ്രം 1 to 5 അല്ലെങ്കിൽ 5 to 10 ഈ പ്രൈസ് റേഞ്ചിലുള്ള ഷെയർസ് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ട്രേഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത്, പിന്നെ ഏത് സമയത്താണ്, പിന്നെ അതല്ലെങ്കിൽ ലോങ് ആണോ ഷോർട്ടാണോ, ഏത് ട്രേഡാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മളെ ട്രേഡിംഗ് ജേർണൽസ് നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം ഏതൊരു തീരുമാനം എടുക്കുന്നതിലും നമ്മളുടെ പഴയ ചെയ്ത ആക്ടിവിറ്റീസിൽ നിന്നും അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡാറ്റ മൈൻ ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള തെറ്റുകൾ മനസ്സിലാക്കി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഈ ജേർണൽസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അച്ഛൻ വരുന്നുണ്ട്, അച്ഛപ്പം വരാം. അപ്പം ഞാനും തുടക്കത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഞാൻ എക്സൽ എൻട്രി ആയിരുന്നു. എക്സൽ എൻട്രിയിൽ തന്നെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ kinfo.com രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ചെയ്തു. അതുവഴി ഞാൻ എവിടേക്കാണ് എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ ട്രേഡുകൾക്കാണ് എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ സമയങ്ങളിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ വേണ്ടി അതനുസരിച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള ട്രേഡിങ് അതിൽ നിന്നുള്ള ഡാറ്റാസിൽ നിന്നെടുത്ത് മനസ്സിലാക്കി പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ kinfo.com യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇതെൻ്റെ ഗ്രാഫാണ്. പൈസ ഉണ്ടാക്കും, പിന്നെയും താഴെ പോകും, പിന്നെയും ട്രേഡ് ചെയ്ത് കുറേ പൈസ ഉണ്ടാവും, പിന്നെയും താഴെ പോകും, പിന്നെയും ട്രേഡ് ചെയ്തുണ്ടാവും, പിന്നെയും താഴെ പോകും, പിന്നെയും. സോ ഇതാണ് ആ കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രാഫ്. ഇനി ദാറ്റ്സ് എ P&L. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ അത് ഷോർട്ട് ചെയ്യുമ്പോഴാണോ ലോങ് ചെയ്യുമ്പോഴാണോ പൈസ കിട്ടുന്നത്. അപ്പം അതിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് ഇതാണ്ട് ഈ ഒരു സെക്ഷനിലും ടോട്ടൽ ഷോർട്ട് 865 ഷെയർസ് പ്രാവശ്യം ഷോർട്ട് ചെയ്തു. അതിൽ 725 വിന്നിങ് ട്രേഡായിരുന്നു. പക്ഷേ ലോങ്ങിൽ നോക്ക്, ടോട്ടൽ ട്രേഡ് 466, അതിൽ 293 വിന്നിങ് ആൻഡ് 173 ലോസ്. സോ അവിടെ ലോസ് കൂടുതലാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഷോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ, ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷന്. ഇനി നമുക്ക് ഡേ ആൻഡ് ടൈം എടുത്ത് നോക്കാം ഇതിൽ. കാരണം ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യുന്നത് ഈ 3 ദിവസങ്ങളിലാണ്, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയാണ്. കാരണം അന്ന് എനിക്ക് ജോലിയില്ല, അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം കിട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീച്ചിട്ട് പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് പോകുന്നത്, അതുകൊണ്ട് കിട്ടുന്ന ലാഭവും കുറവാണ്. ഇതിൽ നോക്കുമ്പോൾ വെനസ്ഡേ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ള ദിവസം. ട്രേഡ് ബൈ എൻട്രി ഹവേഴ്സ് രാവിലെ 7 മണിക്ക് ട്രേഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത്. P&L എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ളതും 8 മണിക്ക് ട്രേഡ് ചെയ്യുമ്പോഴാണ്. രാവിലെ
4 മണിക്കുള്ള ട്രേഡ് പിന്നാണ്, പിന്നെ അതിന് ശേഷം 6 മണിക്കുള്ളത്, പിന്നെ ആ 3, കാരണം അതാണ് കൂടുതൽ തിരക്കുള്ള സമയം. കാരണം ഞാൻ പ്രീ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്. അതിനുശേഷം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ട്രേഡല്ലേ എനിക്ക് ലാഭം. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈ സമയങ്ങളിൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മന്ത്ലി P&L എടുക്കുക. നമുക്ക് P&L എടുത്ത് നോക്കാം. ഈ P&L ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ജനുവരി ഫെബ്രുവരി ഗ്രീനായിരുന്നു, മാർച്ച് ഏപ്രിൽ മെയ് നഷ്ടം, പിന്നെ ജൂലൈ ലാഭമായിരുന്നു, പിന്നെ ഓഗസ്റ്റ് താഴെ പോയി, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. സോ ഇതിൽ അപ്പം ഷോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ലാഭം കിട്ടിയതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ സൈഡ് നോക്കാം, ലോങ് മാത്രം എടുത്ത് നോക്കാം. കേട്ടോ, ലോങ് ചെയ്യുമ്പോൾ P&L എല്ലാം റെഡാണ്, എല്ലാം റെഡാണ്, P&L എല്ലാം റെഡാണ്. ഇപ്പോൾ ഷോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം ഒരു നഷ്ടക്കച്ചവടം, ലോങ് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചോളം ഒരു നഷ്ടക്കച്ചവടമാണ്. ഇനി നമുക്ക് ഷോർട്ടിങ് എടുത്ത് നോക്കാം. ഷോർട്ട് ചെയ്യുമ്പം ലാഭമാണ്, നോക്കണം, ഗ്രീനാണ് ഫുൾ. അതിൽ P&L എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഷോർട്ട് ചെയ്താലും പൈസ ഉണ്ടാക്കാം. അവേഴ്സ് 7 മണിക്ക് ഷോർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൈസ. പിന്നെ 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത്, കാരണം ഹൈലി വോളറ്റൈലായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഷോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ആ സമയം മാക്സിമം ഒഴിവാക്കുക, മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ, നമ്മളെ ഡാറ്റാസ് അവർ ത്രൂ നമുക്ക് കിട്ടത്തില്ലെങ്കിൽ നമുക്കറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ആ സമയം തന്നെ ഹൈലി വോളറ്റൈൽ ആയതുകൊണ്ട് പൈസ കൂടുതൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ട്രേഡ് ചെയ്ത് നഷ്ടത്തിലേക്ക്, വലിയ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം 2 മണിക്ക് ആ സമയവും ഒഴിവാക്കാം. പിന്നെ രണ്ടാമത് മാസം P&L ബൈ എക്സിറ്റ് അവേഴ്സ്, എൻട്രി അവേഴ്സ് മതി. എക്സിറ്റും ഷോർട്ട് ചെയ്തിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം നഷ്ടത്തിലാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്. കേട്ടോ, അപ്പം ഷോർട്ട് ചെയ്യുക ഈ സമയങ്ങളിലുള്ളിൽ തന്നെ, രാവിലത്തെ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ഷോർട്ട് ചെയ്യുക, തീർന്നു, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് പ്രൈസ് വോളിയം, അതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. $1 തൊട്ട് $5 ഇടയിലുള്ള ഷെയർസ് ഷോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ ലാഭം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ 5 നിന്നും 10 അത് കുറച്ചും കൂടെ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു. 10-ന് മുകളിലോട്ടുള്ള ഷെയർസ് ഷോർട്ട് ചെയ്യാത്തതാണ് നല്ലത്. കാരണം ചിലപ്പോൾ കൂടുതൽ സ്പ്രെഡ് ഉണ്ടാവും. സ്പ്രെഡ് കൂടുതലാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറയുന്നതിന് മുമ്പ് വലിയ നഷ്ടം നമുക്ക് സഹിക്കേണ്ടി വരും. താഴോട്ട് വരികയാണെങ്കിൽ ലാഭം അതേപോലെ ഉണ്ടാകും, ബട്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ P&L ബൈ വോളിയം 100 to 500 വോളിയം 100 to 500 ആണ്. 500K അല്ല, ജസ്റ്റ് 100,000 to 500,000 വോളിയം. ആ ഒരു വോളിയം റേഞ്ചിലാണ്. അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഐ ഹാവ് ടു ചെക്ക് അബൌട്ട് P&L ബൈ വോളിയം. സോ പ്രൈസ് മനസ്സിലാക്കി, പിന്നെ ഏത് സമയത്താണ് ഷെയർ ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇതെല്ലാം നമുക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ജേർണൽസ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ കീപ്പ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ലോങ് പോകാത്തായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ലോങ് പോവുകയാണെങ്കിൽ തന്നെ അങ്ങേറ്റം ശ്രദ്ധിച്ച് വേണം ലോങ് ട്രേഡ് ചെയ്യാൻ. കൂടുതലും നല്ലത് ഷോർട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ യാ, ജസ്റ്റ് ഇതാണ് ജേർണൽ, ഷെയർ ട്രേഡിംഗ് ജേർണൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഇതാണ്. കാരണം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കൂടുതലും ഷോർട്ടിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് എൻ്റെ P&L മാറ്റമുണ്ട്. കാരണം അതിൻ്റെ ആ ഗ്രാഫാണിത്, P&L. See that? ഓഗസ്റ്റ് തൊട്ടുള്ളതാണ്. ഓഗസ്റ്റ് ഗ്രീൻ, ഇത് മാർച്ചിൽ മാത്രം എനിക്ക് നഷ്ടമുണ്ടായി. ഇപ്പം ജൂൺ, ജൂലൈ ഇത് രണ്ടും ഓക്കെയാണ്. ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. സോ ഓൾമോസ്റ്റ് ലൈക്ക് ഐ മെയ്ഡ് ക്ലോസ് ടു $2,724 1 ഇയറിലാണ്. ബട്ട് ലൈക്ക് ദിസ് ഈസ് മൈ സെക്കൻഡ് ഇയർ കണ്ടിന്യൂസ് ഷെയർ ട്രേഡിങ്ങിൽ. എൻ്റെ ജസ്റ്റ് സെക്കൻഡ് ഇയറാണ്. അതോടൊപ്പം തന്നെ ചെറിയ ഷെയർസാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ 25 ഷെയർ, 50 ഷെയർ, 100, 200, 300, മാക്സിമം പോയാൽ ഒരു 300, 400, 500, മാക്സിമം 500. അതിനപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റി ഞാൻ ഷെയർ ട്രേഡ് ചെയ്യാറില്ല ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക്. ഇൻ കേസ് അത് തന്നെ 500 ട്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത്രയും വലിയൊരു, കാരണം ബിക്കോസ് വി ആർ സ്റ്റിൽ ഓൺ ദ ലേണിംഗ് കർവ്. അപ്പോൾ ഇതാണ് ജേർണലിൻ്റെ ഒരു ഗുണം. കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കുണ്ടാവും. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഷെയർ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്ക് 865 ഷെയർ ട്രേഡ് ചെയ്തു, 865 ഷോർട്ടിങ്, അതിൽ 725 വിന്നിങ് ട്രേഡായിരുന്നു. ജസ്റ്റ് 140 ട്രേഡ് മാത്രമേ ഉള്ളൂ നഷ്ടം. ദിവസം വിന്നിങ് ട്രേഡ് ഉണ്ടായിരുന്നു. അതിൽ ടോട്ടൽ P&L 2.7, ടോട്ടൽ P&L ഫ്രം വിന്നിങ് 8.6K, ടോട്ടൽ P&L ഫ്രം ലോസ്. കണ്ടോ, നഷ്ടം വലുതാണ്. ബട്ട് സ്റ്റിൽ ഐ മെയ്ഡില്ല. ഞാൻ ലാഭം ഉണ്ടാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആവറേജ് ട്രേഡ് 3.5, ആവറേജ് വിന്നിങ് ട്രേഡ് 11.89. So basically, just to give an idea that like to having the journals will help you. ഇനി എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് വലിയ ഷെയർ സൈസ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഐ ഡു ദ ട്രേഡിംഗ് ലൈക്ക് ദിസ് ഫോർ ദിസ് ഇയർ ഓൾസോ. അതിന് ശേഷം ഫ്രം നെക്സ്റ്റ് ഇയർ ഓൺവേഴ്സ് ഞാൻ ഈ 100 ഷെയർ ട്രേഡ് ചെയ്യുന്നതിന് വരാതെ 150, 200 കൂട്ടാനുള്ളൊരു തീരുമാനമാണ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വർക്ക്സ് ഫോർ മീ. എന്നിട്ട് മാത്രമേ ഞാൻ എൻ്റെ ട്രേഡിംഗ് വോളിയം കൂട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, അതനുസരിച്ച് നമുക്ക് ട്രേഡിംഗ് വോളിയം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ട്രേഡ് ജേർണൽസ് നമുക്കുണ്ടായാലുള്ള ഒരു ഗുണം. ഒരു കമ്പനി മാനേജ് ചെയ്യാൻ നമുക്ക് ഡാറ്റാസ് വേണം. നമ്മൾ സെയിൽസ് എങ്ങനെയാണെന്നും എവിടേക്കാണ് നമ്മൾ നഷ്ടം ഉണ്ടാവുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ആ നഷ്ടം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. സെയിം തിങ് ഇൻ ട്രേഡിംഗ് ഓൾസോ. അതുകൊണ്ട് ഷെയർ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും നിങ്ങൾ ജേർണൽസ് മെയിൻറ്റെയിൻ ചെയ്യണം, വളരെ മസ്റ്റാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, യാ, ദാറ്റ്സ് ഇറ്റ്.